തിന്മയുടെ മേൽ നന്മയുടെയും അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൻ്റെയും വിജയമാണ് വിജയദശമി. ആസുര ശക്തികളും ദൈവീയ ശക്തികളും തമ്മിലുള്ള യുദ്ധം മനുഷ്യൻ്റെ ഉള്ളിലും പുറത്തും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിൽ ദൈവീയ ശക്തികൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ്റെ പ്രയത്നം മാത്രം പോരാ, ഈശ്വര കൃപയും കൂടി ഉണ്ടായിരിക്കണം. ആ കൃപയെ ഉണർത്താനുള്ള ഓരോ ജീവൻ്റെയും പരിശ്രമത്തിൻ്റെ പ്രതീകമാണ് നവരാത്രി. ഉത്സവം എന്നതിലുപരി അത് സാധനയുടെയും പൂജയുടെയും വ്രതത്തിൻ്റെയും കാലമാണ്. നവമെന്നാൽ 9 പുതിയതെന്നും അർത്ഥമുണ്ട്. അക്കങ്ങളിലെ ഏറ്റവും വലിയ അക്കം 9 നവരാത്രി കടന്ന് വിജയദശമി എത്തുമ്പോൾ പരിമിതമായ എല്ലിനെ അതിക്രമിച്ച് അനന്തമായനെ സാക്ഷാത്കരിക്കുന്നു എന്ന താല്പര്യം. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കടക്കുന്നത് 9 മാസമാണല്ലോ. 10ാം മാസം പ്രസവിക്കുകയാണ്. 9 മാസം അത് പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. അതുപോലൊരു പുതിയ അനുഭവത്തിലേക്ക്, സത്യദർശനത്തിലേക്ക് ജീവൻ പ്രവേശിക്കുന്ന അവസരമാണ് വിജയദശമി. ജീവിതത്തെ എപ്പോഴും പുതുമ നിറഞ്ഞതാക്കുന്നത് ഏകത്വ ജ്ഞാനവും അതിൽ നിന്നുണരുന്ന നിസ്വാർത്ഥ സ്നേഹവുമാണ്. ഭാരതത്തിൽ പൊതുവെയും ബംഗാളിൽ പ്രത്യേകിച്ചും നവരാത്രി ദുർഗാപൂജയുടെ കാലമാണ്. ശ്രീരാമൻ ദുർഗാപൂജയ്ക്ക് ശേഷമാണ് രാവണനെ വധിച്ചത്. അതിനാൽ ഉത്തരേന്ത്യയിൽ ദസറ എന്ന പേരിൽ രാമലീലകൾ അവതരിക്കപ്പെടുന്നതും ഈ സമയത്ത് തന്നെ. 10 തലയുള്ള രാവണനെ വധിച്ചുകൊണ്ട് ദസറ എന്ന പേര് വന്നു. ദശഹര ആണ് ദസറയാണ്. എല്ലാ ദിവസവും ദുർഗാദേവിയെ പൂജിക്കുന്ന രീതിയും ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെ പൂജ ചെയ്യുന്ന രീതിയുമുണ്ട്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഇങ്ങനെയുള്ള ഭാവങ്ങളിലുള്ള പൂജയാണ് അതിൽ പ്രധാനം. അഷ്ടമി, നവമി, ദശമി എന്ന നാളിലുള്ള പൂജയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. അഷ്ടമിയിൽ ദുർഗയെയും നവമിയിൽ ലക്ഷ്മിയെയും ദശമിയിൽ സരസ്വതിയെയും പൂജിക്കുന്നു. വിജയദശമിയുടെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാവിലെ കൊച്ചുകുഞ്ഞുങ്ങളെ കൈപിടിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് ആനയിക്കുന്ന വിദ്യാരംഭമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ്. പൂജകളോടൊപ്പം പ്രതിഷ്ഠയും ഉപവാസവും സംഗീതാർച്ചനയും ഒക്കെ നവരാത്രി കാലത്ത് അനുഷ്ഠിക്കാറുണ്ട്. 9 ദിവസത്തെ പ്രതിഷ്ഠ കൊണ്ടും പൂജ കൊണ്ടും മനസ്സ് ശുദ്ധമായി സാത്വികഭാവവും ദൈവീയ കൃപയും ഉണരുന്നു. അതിനാൽ എല്ലാ ശുഭകർമ്മങ്ങളും ആരംഭിക്കാനുള്ള ഉത്തമ ദിനമായി വിജയദശമിയെ നമ്മളെല്ലാം കണ്ടുവരുന്നു. അറിവ് 2 തരത്തിലുണ്ട്. ജീവിതത്തിൽ സംശീകരിക്കാൻ കഴിയുന്ന അറിവും കേവലം ബുദ്ധിതലത്തിൽ മാത്രം നിൽക്കുന്ന അറിവും. ഇതിൽ ആദ്യത്തേത് മാത്രമേ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. അറിവിനെ സ്വയം സംശീകരിച്ച ശേഷം ലോകത്തിന് പകർന്നു നൽകുമ്പോൾ അത് ലോകത്തിൽ നല്ല മാറ്റത്തിന് കാരണമാകും. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു രാജ്യത്തിലെ മന്ത്രി അവിടുത്തെ ഗുരുവിനെ കാണാൻ ചെന്നു. ഈ മന്ത്രി രാജ്യകാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ച് ആണ് ഈ ഗുരുവിനെ കാണാൻ പോയത്. അത് ഗുരുവിങ്കൽ പറഞ്ഞ് അതിനെന്താണ് മാർഗം എന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരുവിന് ശാരീരികമായ കാര്യം വന്നാൽ കേട്ടിണ്ടെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രി ചെന്നപ്പോൾ ഗുരുവിനിപ്പോൾ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ശിഷ്യൻ. അപ്പോൾ മന്ത്രി പറഞ്ഞു, എനിക്ക് കാണണം, രാജ്യത്തിൽ വളരെ കഷ്ടങ്ങളാണ്, പ്രശ്നങ്ങളാണ്, അത് സംസാരിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ദിവസം കണ്ടേ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ എന്താന്ന് ഈ ശിഷ്യൻ ചോദിച്ചപ്പോൾ മന്ത്രി രാജ്യത്തിലെ പ്രശ്നങ്ങളെല്ലാം ഈ ശിഷ്യനോട് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ അതിനുള്ള മറുപടികൾ കൊടുത്തു. പക്ഷേ മന്ത്രിക്ക് അവിടെ കൊണ്ടൊരു തൃപ്തിയായില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഗുരു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. ഗുരുവിനെന്തോ മനസ്സിലാക്കി തോന്നി. അങ്ങോട്ട് ഗുരു വയ്യാങ്കല എഴുന്നേറ്റ് വന്ന് പാതയ്ക്ക് നിന്ന് എന്നിട്ട് ചോദിച്ച് എന്താ പ്രശ്നമെന്ന് ഗുരു ചോദിക്കുകയാണ് മന്ത്രിയോട്. അപ്പോൾ മന്ത്രി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പറയാൻ തുടങ്ങി ഗുരുവിൻ്റെ അടുത്ത്. അപ്പോൾ ഗുരു ഉടനെ തന്നെ തിരിച്ച് മറുപടി കൊടുത്തു. 2 മിനിറ്റ് കൊണ്ട് സംഭാഷണം അവസാനിപ്പിച്ചു. അരമണിക്കൂർ ഈ ശിഷ്യനായിട്ട് ഈ മന്ത്രി സംസാരിച്ചു. എന്നാൽ അരമണിക്കൂർ ശിഷ്യനുമായി സംസാരിച്ചിട്ടും കിട്ടാത്ത ശാന്തിയും സംതൃപ്തിയും വെറും ആ 2 മിനിറ്റ് നേരത്തെ സംഭാഷണത്തിലൂടെ മന്ത്രിക്ക് ലഭിച്ചു. ഈ ശിഷ്യൻ ഗുരു പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. 2 പേരും പറഞ്ഞത് ഫലത്തിലൊന്ന് തന്നെയാണ്. 2 പേർക്കും ആധ്യാത്മികമായ ജ്ഞാനം ഉണ്ടായിരുന്നു, ജീവിത പരിചയം ഉണ്ടായിരുന്നു.
എന്നാൽ ഗുരു തൻ്റെ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അറിവിനെ അനുഭൂതിയാക്കി അദ്ദേഹം മാറ്റിയിരുന്നു. അത് കാരണം ആ വാക്കുകൾ മറ്റുള്ളവർക്ക് ശാന്തി പകർന്നു. ചീവീട് എത്ര കരഞ്ഞാലും മനുഷ്യൻ ഉണരാറില്ല. കോഴി ഒറ്റ കൂവിയാൽ മതി. ഉണരാൻ കിടക്കുന്നവർ ഉണരും, ഉറക്കം നടിക്കുന്നവർ ഉണരത്തില്ല. ഇപ്പോൾ ഒരു MBBS പഠിച്ചാലും ഇന്റേൺഷിപ്പ് ചെയ്താലേ അവർക്ക് രോഗിയുമായിട്ടുള്ള സമ്പർക്കം വരുമ്പോഴേ അത് ഡോക്ടറാകുന്നുള്ളൂ. ജനങ്ങളിൽ കൂടിയാണ് അതിൻ്റെ സ്വഭാവങ്ങളും രീതികളും മനസ്സിലാക്കേണ്ടത്. അതാണ് ശരിക്കുള്ള പഠിച്ചത് പൂർത്തീകരിക്കുന്നത്.